രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 24-ാം അധ്യായം. അവന്റെ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പുറപ്പെട്ടു വന്നു. യെഹോയാക്കീം 3 സംവത്സരം അവന് ആശ്രിതനായിരുന്നു. അതിനുശേഷം അവൻ തിരിഞ്ഞ് അവനോട് മത്സരിച്ചു. അപ്പോൾ യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിന് നേരെ അയച്ചു. മനശ്ശെ ചെയ്ത സകല പാപങ്ങളും നിമിത്തം യഹൂദയെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവാൻ ഇത് യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെ അവർക്ക് ഭവിച്ചു. അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ച് യെരൂശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. യെഹോവയാക്കീമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോയാക്കീം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ യഹോയാക്കീൻ അവന് പകരം രാജാവായി. മിസ്രയീം രാജാവിന് മിസ്രയീം തോട് മുതൽ ഫ്രാത്ത് നദി വരെ ഉണ്ടായിരുന്നതൊക്കെയും ബാബേൽ രാജാവ് പിടിച്ചതുകൊണ്ട് മിസ്രയീം രാജാവ് പിന്നെ തന്റെ ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്നില്ല. യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 18 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 3 മാസം വാണു. അവന്റെ അമ്മയ്ക്ക് നെഹുഷ്ട എന്നു പേർ. അവൾ യെരൂശലേമ്യനായ എൽനാഥാന്റെ മകൾ ആയിരുന്നു. അവൻ തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആ കാലത്ത് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ഭൃത്യന്മാർ യെരൂശലേമിന്റെ നേരെ വന്ന് നഗരത്തെ നിരോധിച്ചു. ഇങ്ങനെ ഭൃത്യന്മാർ നിരോധിച്ചിരിക്കുമ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസറും നഗരത്തിന് നേരെ വന്നു. യഹൂദ രാജാവായ യഹോയാക്കീനും അവന്റെ അമ്മയും അവന്റെ ഭൃത്യന്മാരും പ്രഭുക്കന്മാരും ഷണ്ണന്മാരും ബാബേൽ രാജാവിന്റെ അടുക്കലേക്ക് പുറത്തു വന്നു. ബാബേൽ രാജാവ് തന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവനെ പിടിച്ചു. അവൻ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇസ്രയേൽ രാജാവായ ശലോമോൻ യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെയും യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ ഖണ്ഡിച്ചു കളഞ്ഞു. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. യഹോയാക്കീനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ണന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയി. അവൻ ബലവാന്മാരായ 7,000 പേരെയും ആശാരിമാരെയും കൊല്ലന്മാരുടെ 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവന് പകരം ബാബേൽ രാജാവ് അവന്റെ ചുറ്റപ്പനായ മഥന്യാവെ രാജാവാക്കി. അവന് സിദെക്കീയാവെന്ന് പേർ മാറ്റിയിട്ടു. സിദെക്കീയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹമ്മൂദൽ എന്നു പേർ. അവൾ ലിബ്നാക്കാരനായ യിരെമ്യാവിന്റെ മകളായിരുന്നു. യഹോയാക്കീം ചെയ്തതുപോലെയൊക്കെയും അവൻ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. യഹോവയുടെ കോപം ഹേതുവായി യെരൂശലേമിനും യഹൂദയ്ക്കും അങ്ങനെ ഭവിച്ചു. അവനൊടുവിൽ അവരെ തന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദെക്കീയാവും ബാബേൽ രാജാവിനോട് മത്സരിച്ചു. 2 രാജാക്കന്മാർ 25-ാം അധ്യായം. അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ സർവ്വസൈന്യവുമായി യെരൂശലേമിന്റെ നേരെ വന്നു പാളയമിറങ്ങി. അതിനെതിരെ ചുറ്റും വാടകോരി. സിദെക്കീയ രാജാവിന്റെ 11-ാം ആണ്ടുവരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. 4-ാം മാസം 9-ാം തീയതി നഗരത്തിൽ ക്ഷാമം കലശലായി ദേശത്തെ ജനത്തിന്റെ ആഹാരം ഇല്ലാതെ പോയി. അപ്പോൾ നഗരം അതിൽ ഒരിടം പൊളിച്ച് കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടിനരികെ 2 മതിലുകൾക്കും മധ്യേയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി. രാജാവും അരാബയിലേക്കുള്ള വഴിയായി പുറപ്പെട്ടുപോയി. എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് യെരിഹോ സമഭൂമിയിൽ വെച്ച് അവനോടെത്തി. അവന്റെ സൈന്യമൊക്കെയും അവനെ വിട്ടു ചിന്നിപ്പോയി. അവർ രാജാവിനെ പിടിച്ചു റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ അവന്റെ വിധി കൽപ്പിച്ചു. അവർ സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു. സിദെക്കീയാവിന്റെ കണ്ണ് പൊട്ടിച്ചിട്ട് 2 ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവ് എന്ന ബാബേൽ രാജാവിന്റെ 19-ാം ആണ്ടിൽ തന്നെ
ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരാദാൻ യെരൂശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിന് ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂഖദ്നേസർ കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായിട്ടും വിട്ടേച്ചുപോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ചുകളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളൊക്കെയും അവർ എടുത്തുകൊണ്ടുപോയി. തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഒക്കെയും അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ 2 സ്തംഭം, ഒരു കടൽ, പീഠങ്ങൾ എന്നിങ്ങനെയുള്ള സകല ഉപകരണങ്ങളെയും താമ്രത്തിന് തൂക്കമില്ലായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം, അതിന്മേലുള്ള പോതിക താമ്രം കൊണ്ടായിരുന്നു. പോതികയുടെ ഉയരം 3 മുഴം. പോതികയുടെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആ സകലം താമ്രം കൊണ്ടായിരുന്നു. ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണയും മറ്റുമുണ്ടായിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരായാവെയും 2 പുരോഹിതനായ സെഫന്യായെയും 3 ഉമ്മരപ്പടി കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ മേൽവിചാരകനായ ഒരു ഷണ്ഡനെയും നഗരത്തിൽ വെച്ചു കണ്ടെത്തിയ രാജപരിപാലകന്മാരിൽ 5 പേരെയും ദേശത്തെ ജനത്തെ പടയ്ക്ക് സ്വരൂപിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ 60 പേരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബൂഖദ്നേസർ പിടിച്ച് റിബ്ലായിൽ ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ബാബേൽ രാജാവ് ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ദേശത്തെ ശേഷിപ്പിച്ചു വന്ന ജനത്തിന്റെ ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ അധിപതിയാക്കി. ബാബേൽ രാജാവ് ഗെദല്യാവെ അധിപതിയാക്കിയെന്ന് രഥന്യാവിന്റെ മകൻ ഇഷ്മായേൽ, കാരേഹിന്റെ മകൻ യോഹാനാൻ, നെതോഫാത്യനായ തൽഹൂമത്തിന്റെ മകൻ സെരയ്യാവ്, മാഖാത്തിന്റെ മകൻ യാസന്യാവ് എന്നിങ്ങനെ സകല സേനാധിപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു. ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു അവരോട്, നിങ്ങൾ കൽദയരുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത്. ദേശത്തു പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ, അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനായ എലീശായുടെ മകനായ നെഥന്യാവിന്റെ മകനായ ഇഷ്മായേൽ 10 ആളുകളുമായി വന്ന് ഗെദല്യാവെയും അവനോടുകൂടെ മിസ്പായിൽ ഉണ്ടായിരുന്ന യഹൂദരെയും കൽദയരെയും വെട്ടിക്കൊന്നു. അപ്പോൾ ആ ബാലവൃദ്ധം ജനമൊക്കെയും സേനാധിപന്മാരും കൽദയരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. യഹൂദ രാജാവായ യെഹോയാക്കീന്റെ പ്രവാസത്തിന് 37-ാം ആണ്ടിൽ 12-ാം മാസം 27-ാം തീയതി ബാബേൽ രാജാവായ എവീൽ മെരോദക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യെഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വച്ചു. അവന്റെ കാരാഗൃഹ വസ്ത്രം മാറ്റി അവൻ ജീവൻ പര്യന്തം നിത്യം അവന്റെ സന്നദ്ധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന്റെ മരണ ദിവസം വരെ അവൻ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 25-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യരോട് പറയേണ്ടത്, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ, നീ അതിനെയും ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, യഹൂദാഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അവർ നിങ്കൽ പാളയമടിച്ച് നിവാസങ്ങളെ ഉണ്ടാക്കും. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ രബ്ബായെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും അമ്മോന്യരെ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമാക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഇസ്രയേൽ ദേശത്തേക്ക് എറിഞ്ഞ് നീ കൈകൊട്ടി കാൽകൊണ്ട് ചവിട്ടി സർവ്വനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ ജാതികൾക്ക് കവർച്ചയായി കൊടുക്കും. ഞാൻ നിന്നെ അംശങ്ങളിൽ നിന്ന് ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് മുടിച്ച് നശിപ്പിച്ചു കളയും. ഞാൻ യഹോവയെന്ന് നീ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹൂദാഗൃഹം അവൻ സകല ജാതികളെയും പോലത്തത്രേ എന്ന് മോവാബും സെയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ബേത് യെശീമോത്ത്, ബാൽ മെയോൻ, കിര്യതയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നുവെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോട് കൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ഇങ്ങനെ ഞാൻ മോവാബിൽ ന്യായവിധി നടത്തും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഏദോം യഹൂദ ഗ്രഹത്തോട് പ്രതികാരം ചെയ്തു പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഏദോമിന്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യരെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രയേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം ഏദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഫിലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വദ്വേഷത്തോടും നാശം വരുത്തുവാൻ നിന്നാഹൃദയത്തോടും കൂടെ പകരം വീട്ടി ഇരിക്കിയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഫിലിസ്ത്യരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. അവർ ക്രോധ ശിക്ഷകളോട് കൂടെ അവരോട് മഹാപ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. യെഹെസ്കേലിന്റെ പുസ്തകം 26-ാം അധ്യായം. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ: മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കിയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെടുവാറാക്കും. അവർ സൂര്യന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചുകളയും. ഞാൻ അതിന്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അത് ജാതികൾക്ക് കവർച്ചയായി തീരും. നാട്ടുപുറത്തുള്ള അതിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ വടക്കുനിന്ന് രാജാതിരാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സൂര്യന് നേരെ വരുത്തും. അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിറത്തും. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണങ്ങളിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. തന്റെ കുതിരകളുടെ കുളമ്പുകൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണ് കിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ടുകളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണികയില്ല. യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് സൂര്യനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിഹതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടത്തുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഒച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകയില്ലയോ? അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചുവെക്കും. അവർ വിറയൽ പൂണ്ട് നിലത്തിരുന്നു മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും. അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും:
സമുദ്ര സഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ, നീ എങ്ങനെ നശിച്ചിരിക്കുന്നു! നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരിക്കുന്നു. അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ. ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും. അതെ, സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കൽ ഭ്രമിച്ചു പോകും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ നിവാസികൾ ഇല്ലാത്ത പട്ടണങ്ങളെ പോലെ ശൂന്യപട്ടണമാക്കുമ്പോഴും, ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും, ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുമ്പോഴും, നിന്റെ നിവാസികൾ ഇല്ലാതെ ഇരിക്കുകയും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും. നീ ഇല്ലാതെ ആയിപ്പോകും. നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.